ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ആദ്യം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി of the India government. It was established 12th of April in 1992. Its headquarters in Mumbai. It has several regional offices across the country: New Delhi, Ahmedabad, Kolkata and Chennai. And the main it is entrusted with the task to regulate the functioning of the Indian capital market. സെബിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ടാസ്കുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഫങ്ഷൻസൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്, മീൻസ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദി എയിം ഓഫ് ദി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ പറയുന്നത് സെബി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. കൂടാതെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ 2 മെമ്പേഴ്സും ഒഫീഷ്യൽ ഓഫ് ദ മിനിസ്ട്രീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ഫിനാൻസ് ആൻഡ് ലോ. അതായത് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷനുമായിട്ടുള്ള 2 പേരായിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് RBIന് റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി വരുന്ന 5 മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇത്രയും ആളുകൾ ചേർന്നതാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദി സെബി. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് സെബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രെയിം ചെയ്യാനില്ല അല്ലെങ്കിൽ ഫോം ചെയ്യാനുണ്ടായ കാരണം എന്തൊക്കെയെന്നാണ്. ഇവിടെ നമുക്ക് ആൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ചില പ്രാക്ടീസുകൾ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ചില മാൽ പ്രാക്ടീസസ്, അതേപോലെ ഉണ്ടായിരുന്ന ചില പ്രോബ്ലംസ്, അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്. അതിൽ വരുന്ന പോയിന്റുകൾ, ഫസ്റ്റ് വൺ വരുന്നത് മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈസ് റിഗ്ഗിങ്. ദ നെക്സ്റ്റ് വൺ ഇൻസൈഡർ ട്രേഡിംഗ്, ഡിലേ ഇൻ ട്രാൻസാക്ഷൻ, ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആൾറെഡി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്ങിൽ ആൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് റിമൂവ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് സെബി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻ്റ് തന്നെ ആയിരിക്കും പ്രൈസ് റിഗ്ഗിങ്, ഇൻസൈഡർ ട്രേഡിംഗ്, ഡിലേ ഇൻ ട്രാൻസാക്ഷൻ, ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ്. മീൻസ് സെബി ഫോം ചെയ്തിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഫെയർ ഡീലിങ്ങോടുകൂടി അതിൻ്റെ ട്രേഡിങ്ങും ട്രാൻസാക്ഷൻസും ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആൻഡ് സ്മൂത്തായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് പ്രൊട്ടക്ഷൻസ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് അവിടെ ചീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതായത് അൺഎത്തിക്കൽ പ്രാക്ടീസിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റിന് മാക്സിമം സേഫ് ഗാർഡ് ചെയ്യുക. ഇതൊക്കെയാണ് സെബിയുടെ ഒരു റോള്, അല്ലെങ്കിൽ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ടായ കാരണം. പിന്നെ അവിടെ വരുന്ന മറ്റൊരു പോയിൻ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പനിക്കകത്ത് തന്നെ കമ്പനിയുടെ ഒഫീഷ്യൽസ് ആൾറെഡി പ്രൈസ് കോട്ട് ചെയ്ത് ഷെയർ സെയിൽസ് നടത്തുക. അതിനുശേഷം മാത്രം അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രൈസിൽ മാനിപ്പുലേഷൻ സംഭവിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. അതേപോലെ തന്നെ പ്രൈസ് റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഇല്ലീഗൽ ആക്ഷനാണ്. അവിടെ ഒക്കുറുന്നത് വെൻ പാർട്ടീസിൻ്റെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ആ പ്രൈസ് ഹൈ ആയിട്ട്, ഇൻഫ്ലേറ്റഡ് പ്രൈസായിട്ടായിരിക്കും മിക്കവാറും അത് ഫിക്സ് ചെയ്യുന്നത്. അത് ബാക്കിയുള്ളവരിൽ നിന്നും അതിൻ്റെ ഒരു ഡിമാൻഡ്, അതായത് സെല്ലിങ്ങും ഡിമാൻഡിനെയും ഒരു പുഷപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ഫാൾസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൈസിങ് നടത്തുന്ന രീതി. പിന്നെ വരുന്നത് മാനിപ്പുലേഷൻ ഓഫ് ദ സെക്യൂരിറ്റി പ്രൈസ്, ആർട്ടിഫിഷ്യലി അത് ചെയ്യുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്തരം മാൽ പ്രാക്ടീസിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത്
ഇമ്പോർട്ടൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെബി, സെബിയിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദ മെർജ് ആൻഡ് റിക്വസിഷൻ, റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ സെബിയിൽ ഉള്ളത്. ആ പേരിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഈസിലി അതിൻ്റെ ഫങ്ഷൻസ് അതിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി കാര്യങ്ങൾ, റെഗുലേഷൻസ്, അതേപോലെ പോർട്ട്ഫോളിയോ രജിസ്ട്രേഷൻ, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പിന്നെ സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് സെക്കൻഡറി, അതായത് ആ ഒരു അഡ്മിനിസ്ട്രേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പിന്നെ വരുന്നത് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ രജിസ്ട്രേഷൻ, അതേപോലെ റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ, ഇതൊക്കെ വരുന്ന സമയത്ത് ഫങ്ഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ആ വക കാര്യങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ആഫ്റ്റർ ഓൾ ലീഗൽ മാറ്റേഴ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ജനറൽ കൗൺസിൽ. ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ. അവിടെ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും, അയാളുടെ അണ്ടറിലാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ള നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പേഴ്സണൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സെബിയിൽ. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബിയാണ്. ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് സേവിങ് ഇൻ ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു സ്റ്റഡി ഓഫ് ഫ്ലോ അവിടെ ഇങ്ങനെ ഉറപ്പ് വരുത്തുക. ഇതാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. സെക്കൻഡ് വൺ വരുന്നത് എൻഷുർ ഫെയർ പ്രാക്ടീസ് ബൈ ദ ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റി ലൈക്ക് കമ്പനി സോ ദാറ്റ് ദേ ക്യാൻ റൈസ് ദ റിക്വയർഡ് റിസോഴ്സ് വിത്ത് മിനിമം കോസ്റ്റ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രൊമോഷൻ ഓഫ് എഫിഷ്യൻറ്റ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ്, merchant bankers and other intermediaries. And the next one വരുന്നത് matters connected therewith and incidental thereto. റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതേപോലെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ എഫിഷ്യൻറ്റ് സർവീസ്, ബ്രോക്കേഴ്സ്, അതേപോലെ മെർച്ചൻറ്റ് ബാങ്കർ, അതർ ഇൻ്റർമീഡിയറീസ്, ഇവരുടെയൊക്കെ സർവീസസ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് രീതിയിലാക്കുക. ഇതൊക്കെയാണ് സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് സെബിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ കുറച്ചും കൂടി ഒരു ഈസി ആക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ 3 ക്ലാസിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡീഷണലി നിങ്ങൾ റീഡിങ്ങിന് നിങ്ങളുടെ ടെക്സ്റ്റും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റെഗുലേറ്ററി ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, ഈ രീതിയിൽ നമുക്ക് സെബിയുടെ ഫംഗ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുക, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുകയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിൻ്റെയും സബ് ബ്രോക്കേഴ്സിൻ്റെ രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറും അതുമായി ബന്ധപ്പെട്ടുള്ള നോംസൊക്കെ പ്രിപ്പയർ ചെയ്യുക. അത് നെക്സ്റ്റ് വൺ വരുന്നത് ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റെഗുലേഷൻ ഓഫ് ദ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ ആൻഡ് ഈച്ച് ചേഞ്ചസ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഗുലേഷൻ ഓഫ് ദ ടാസ്ക് ഓവർ ബിഡ്, അതായത് ഓപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ലെവിയിങ് ഫീ ആൻഡ് അതർ ചാർജസ് ആസ് പെർ ദി ആക്ട്. ഇതിൽ ഓരോ സന്ദർഭത്തിലും എത്രയായിരിക്കണം അതിൻ്റെ ഫീസ്, ആ വക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് റെഗുലേറ്ററി ഫങ്ഷൻസ് ആണ്. അതിന് നമുക്ക് മൊത്തം ഫ്രെയിമിംഗ് ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, അവിടെ ട്രെയിനിങ് ഓഫ് ദ ഇൻ്റർമീഡിയറി. ദ നെക്സ്റ്റ് വൺ വരുന്നത് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ. ദ നെക്സ്റ്റ് വൺ വരുന്നത് കണ്ടക്ട് ദ മെഷേഴ്സ് ടു ഡെവലപ്പ് ദ ക്യാപിറ്റൽ, അഡോപ്റ്റിംഗ് ദ ഫ്ലെക്സിബിൾ അപ്രോച്ച്. ദ നെക്സ്റ്റ് വൺ വരുന്നത് എഡ്യൂക്കേറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രിലിമിനറി ഇൻ്റർനെറ്റ് ട്രേഡിംഗ് ത്രൂ
രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ റിസർച്ച് വരും, അതേപോലെ ട്രെയിനിങ് വരും. ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ്. മെയിനായിട്ട് നമ്മളിപ്പോൾ ആൾറെഡി പറഞ്ഞു, സെബി ഫ്രെയിം ചെയ്തത് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. പ്രൊഹിബിഷൻസ് ഓഫ് ദ ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ചെക്ക് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്, എൻഷുർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ, പ്രൊമോട്ട് ഫെയർ പ്രാക്ടീസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്, ചെക്ക് ഓൺ പ്രൈസ് റിഗ്ഗിംഗ്, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ചെക്ക് ഓൺ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. അഡീഷണൽ റീഡിങ്ങിന് കുറച്ചും കൂടെ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് റീഡ് ചെയ്തിട്ട് നിങ്ങൾ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരാത്ത പോയിൻറ്റ്സുകൾ മാത്രം നിങ്ങളൊന്നും കൂടെ ഒന്ന് എഴുതി വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് മാത്രം ഒന്ന് പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് പവർ ഓഫ് സെബി ആണ്. ഫസ്റ്റ് വൺ, പവർ ടു കാൾ ദ പീരിയഡിക്കൽ റിട്ടേൺ ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. The next one, power to control and regulate stock exchange. And the next one, power to levy fees. And the next one, power to direct inquiry to made in relation to affairs. And the next one, power to make a amendment by law. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിനൊക്കെയുള്ള പവർ സെബിക്കുണ്ടായിരിക്കും. പിന്നെ വരുന്നത് പവർ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ടു മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. നെക്സ്റ്റ് വൺ, പവർ ടു കമ്പൽ എ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി ബൈ പബ്ലിക് കമ്പനി. നെക്സ്റ്റ് വൺ വരുന്നത് പവർ ടു declare applicability of section 17 of the Securities Contract Regulation Act 1956 in any state or area to grant license to ഡീലേഴ്സിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് സെക്ഷൻ 17 ഓഫ് ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം സെബിയുടെ പവറാണ്. അത് മെയിനായിട്ട് ലൈസൻസ് ഇഷ്യൂ, ഡീലേഴ്സിനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് കേട്ടോ. ദ നെക്സ്റ്റ് വൺ വരുന്നത് കമ്പൽ ദ പബ്ലിക് കമ്പനി ടു ലിസ്റ്റ് ദെയർ ഷെയർസ്. പബ്ലിക് കമ്പനീസിന് അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യണമെങ്കിൽ അതെന്തായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് ഉള്ള ഒരു കമ്പൽ ചെയ്യുക, അതിനുള്ള പവർ ആർക്കുണ്ട്, നമ്മുടെ സെബിക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് ടു ഗീവ് ഡയറക്ഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ജനറൽ ഓർ ഇൻ എ പർട്ടിക്കുലർ ടു മേക്ക് റൂൾസ് ആൻഡ് ടു അമെൻഡ് റൂൾസ്. ആവശ്യമായ ഒന്നുകിൽ മുഴുവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക്, അതല്ലെങ്കിൽ പർട്ടിക്കുലർ പറയുമ്പോൾ നമ്മൾ റീജിയണലായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കൊക്കെ അവരുടേതായ റൂൾസ് ആൻഡ് അതൊക്കെ ഫ്രെയിം ചെയ്യാനും അത് അമെൻഡ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻസ് കൊടുക്കുക സെബിയുടെ ചുമതലയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സൂപ്പർസീഡ് ദ ഗവേണിംഗ് ബോഡി ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് to suspend the business of a recognized stock exchange, prohibit conduct in a certain case. The next one, to grant recognition to stock exchange. The next one, withdrawal of recognized stock exchange. ഇതൊക്കെയാണ് മെയിനായിട്ട് സിമ്പിളായിട്ടുള്ള പോയിൻറ്റുകളാണ്. ആ പോയിൻ്റ് മാക്സിമം നമുക്ക് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, പോയിൻ്റ് വൈസ് ആയിട്ട് തന്നെയാണ്, അത്ര തന്നെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി ഒരു ക്ലാസ്സും കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ലെസൺ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് സൂമിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.